Good morning. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് മെഡിക്കൽ ഗ്യാസസ് ആയിരുന്നു അല്ലേ? 6 ടൈപ്പ് ഗ്യാസസ് അതിന്റെ കളർ കോഡുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? എവിടെയാണ് കംപ്രസ്ഡ് എയർ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. ഈ ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ്, അതിന്റെ ഭാഗങ്ങള് അല്ലെങ്കിൽ ഘടകങ്ങൾ ഏതൊക്കെയാണ്? മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്? അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം ബിലോങ്സ് ടു ഡാഷ്. അതിൽ വരുന്ന ഏതാന്നുള്ളത് എന്നിട്ട് ABC എന്ന് പറഞ്ഞ് ചോദിക്കും. പേജ് നമ്പർ നിങ്ങളുടെ ടെക്സ്റ്റിൽ എത്രയാ? ഞാനിവിടെ ഷെയർ ചെയ്തേക്കും 34 ആണ് കേട്ടോ. ആരെങ്കിലും ഒന്ന് ഷെയർ നിങ്ങളുടെ പ്രീത ഇട്ടിട്ടുണ്ട്. 34 ആണ് പേജ് നമ്പർ. അപ്പൊ അതിനകത്ത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം ബിലോങ് ടു ഡാഷ്. അതിൽ വരുന്ന ഏതൊക്കെയാണ്? മൊഡ്യൂൾ 4 കേട്ടോ. മൊഡ്യൂൾ 4 5ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. മെഡിക്കൽ ഗ്യാസസ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതില് സിസ്റ്റം കമ്പോണൻസ് ആണ്. ഈ ഒരു സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? അതിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് സോഴ്സസ് ഓഫ് സപ്ലൈ. ഈ ഗ്യാസ് സപ്ലൈ ചെയ്യാൻ ഒരു സോഴ്സ്, അതിന്റെ ആ ഒരു ഉറവിടം, സോഴ്സ് വേണം. സോഴ്സ്. രണ്ടാമത്തെയാണ് പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ. പൈപ്പ്സിൽ കൂടിയല്ലേ ഗ്യാസ് പേഷ്യന്റിന്റെ അടുത്തേക്കൊക്കെ വിതരണം ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ? ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ ഉണ്ട്. പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്. പിന്നെ അടുത്തതാണ് വാൽവുകൾ ഉണ്ട്. എന്തിനാ? ടു കൺട്രോൾ മെത്തേഡ്. ഗ്യാസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വാൽവുകൾ ഉണ്ട്, വാൽവ്സ് ഉണ്ട്. നാലാമത്തെ വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം. എന്തിനാ? മോണിറ്റർ ചെയ്യാനായിട്ട്, നിരീക്ഷിക്കുന്നതിന് വേണ്ടി. എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മുന്നറിയിപ്പ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിയിക്കാനായിട്ട് അലാറം സിസ്റ്റംസ് ഉണ്ട്. വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം ഫോർ വാട്ട്? എന്തിനു വേണ്ടിയാ? ഫോർ മോണിറ്ററിങ്. ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്സ് ടു സപ്ലൈ ദി ഗ്യാസസ്. ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും ഉണ്ട്. അടുത്തതാണ് ആറാമത്തെ സെക്കൻഡറി എക്യുപ്മെന്റ്സ്. ഇത് കൂടാതെ ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടി ഉണ്ട്. അതാണ് സെക്കൻഡറി എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇത് ഓരോന്നും ഡീറ്റെയിൽ പഠിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അതിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണ് 6 എണ്ണത്തിന്റെ പേര് മനസ്സിലാക്കി വെക്കുക. സോഴ്സസ് ഉണ്ട്, പൈപ്പിംഗ് നെറ്റ്വർക്ക് ഉണ്ട്, വാൽവ്സ്, വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം, ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്സ്, സെക്കൻഡറി എക്യുപ്മെന്റ്സ്. ഇനി ഒന്നാമത്തെയാണ് സോഴ്സസ് എന്ന് പറയുന്നത്. എന്താ സോഴ്സസ് എന്ന് പറയുന്നത്? സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉറവിടം. ഈ ഗ്യാസ് എവിടെന്നാ വരിക? അതിന്റെ ഒരു സോഴ്സ്. സോഴ്സസ് ആർ റിസർവ്സ്. റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കരുതൽ ശേഖരം. റിസർവ് ചെയ്ത് വെക്കണെയാണ്. റിസർവ് അത് സംഭരിച്ചേക്കുന്നതാണ്. സോഴ്സസ് ആർ റിസർവ്സ്, ഒരു കരുതൽ ശേഖരമാണ്. ദാറ്റ് ജനറേറ്റ് ദ ഫ്ലോ ഓഫ് മെഡിക്കൽ ഗ്യാസസ് ത്രൂ പൈപ്പിംഗ് നെറ്റ്വർക്ക് ലൈക്ക് മാനിഫോൾഡ് സിസ്റ്റം. താഴെ എന്താണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാനിഫോൾഡ് സിസ്റ്റങ്ങൾ പോലുള്ള ഒരു പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോ അത് സൃഷ്ടിക്കുന്ന റിസർവുകളാണ് സോഴ്സ്. അണ്ടർലൈൻ ചെയ്തോളണം കേട്ടോ. അങ്ങനെ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഡാഷ് ആർ റിസർവ്സ്. ഒരു കരുതൽ ശേഖരമാണ് സോഴ്സ് എന്ന് പറയുന്നത്. എന്താ? ദാറ്റ് ജനറേറ്റ് ദ ഫ്ലോ ഓഫ് മെഡിക്കൽ ഗ്യാസസ് ത്രൂ പൈപ്പിംഗ് നെറ്റ്വർക്ക് ലൈക്ക് മാനിഫോൾഡ് സിസ്റ്റം. മാനിഫോൾഡ് സിസ്റ്റങ്ങൾ പോലുള്ള പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോ സൃഷ്ടിക്കുന്ന ഒരു റിസർവുകളാണ് സോഴ്സസ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഡാഷ് ആർ 34 കേട്ടോ. മഞ്ജുഷ പേജ് നമ്പർ 34 ആണ്. മൊഡ്യൂൾ 4 5ാമത്തെ ചാപ്റ്റർ പേജ് നമ്പർ 34. അപ്പൊ ഡാഷ് ഇട്ട് അവിടെ നോക്കി വെക്കുക കേട്ടോ. ഇനി എന്താണ് താഴെ കൊടുത്തിട്ടുണ്ട്? എന്താണ് മാനിഫോൾഡ് സിസ്റ്റം എന്നുള്ളത്? ഇസ് എ ഡിവൈസ് that connect multiple gas cylinders to the facility pipeline. ആ സെന്റൻസ് അവിടെ ഇല്ല കേട്ടോ, വേറെ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഞാനൊന്ന് ജസ്റ്റ് സിമ്പിൾ ആക്കി പറഞ്ഞു എന്നുള്ളൂ. ഇതെന്താണ്? മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാല് കുറച്ച് ഗ്യാസ് സിലിണ്ടേഴ്സിനെ ഒരുമിച്ച് കണക്ട് ചെയ്തേക്കുന്ന ഒരു സംവിധാനം.
അങ്ങനെ ഓർത്ത് വെക്കാം. ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് കണക്ട് മൾട്ടിപ്പിൾ ഗ്യാസ് ലൈൻ ടു എ ഫെസിലിറ്റി പൈപ്പ് ലൈൻ. അതായത് ഇത്രേ ഉള്ളൂ, കുറെ ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് കുറെ ഗ്യാസ് സിലിണ്ടേഴ്സിനെ രണ്ട് വശങ്ങളിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് കണ്ടെയ്ൻ ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓൺ ടു ബാങ്ക്സ്. രണ്ട് വശങ്ങളിലായിട്ട് സിലിണ്ടറുകൾ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് മാനിഫോൾഡ് സിസ്റ്റം. വൺ ഈസ് ബാക്കപ്പ് ടു അതർ. ഒന്ന് മറ്റൊന്നിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്നു. ബിസൈഡ്, ഇതിന്റെ ഒപ്പം തന്നെ. അപ്പൊ അങ്ങനെ കുറെ രണ്ട് വശങ്ങളിലായിട്ട് കുറെ സിലിണ്ടേഴ്സിനെ കണക്ട് ചെയ്തേക്കുന്ന ഒരു സംവിധാനമാണ്. ബിസൈഡ് ദ കൺട്രോൾ പാനൽ ഈസ്. ആ സെന്റൻസ് ഒന്നുകൂടി പറയാമോ മിസ്സേ? ഓക്കെ ഡെഫിനിഷൻ ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു എന്നുള്ളൂ. മാനിഫോൾഡ് സിസ്റ്റം ഈസ് എ ഡിവൈസ്. ഇതൊരു ഉപകരണമാണ്, ഒരു ഡിവൈസ് ആണ്. ഈസ് എ ഡിവൈസ് that connects multiple ഒന്നിലധികം multiple gas cylinders to the facility pipeline. അതായത് ഒന്നിലധികം ഗ്യാസ് സിലിണ്ടറുകളെ രണ്ട് വശങ്ങളിലായിട്ട് ഇങ്ങനെ അടക്കി കണക്ട് ചെയ്തേക്കുന്ന ഒരു ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സംവിധാനമാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. കുറെ ഗ്യാസ് സിലിണ്ടേഴ്സ് ഉണ്ട്, അതിന്റെ രണ്ട് വശത്തിലും അടക്കി വെച്ചേക്കുന്നു. ഓക്കെ, ഇസ് എ ഡിവൈസ് ദാറ്റ് കണക്ട് ദ മൾട്ടിപ്പിൾ. മഞ്ജുഷ ഒന്നുകൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ് മാനിഫോൾഡ് സിസ്റ്റം ഈസ് എ ഡിവൈസ് that connects multiple gas cylinders. ഒന്നിലധികം ഗ്യാസ് സിലിണ്ടറുകളെ that connects multiple gas cylinders to the facility pipeline. അപ്പോൾ രണ്ട് വശങ്ങളുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഹൈ പ്രഷർ സിലിണ്ടർ ഓൺ ടു ബാങ്ക്സ്. രണ്ട് വശങ്ങളുണ്ട്, ഒന്ന് മറ്റൊന്നിലേക്ക് തിരിച്ചേക്കുന്നു. ബിസൈഡ്, ഇതിന്റെ ഒപ്പം തന്നെ എന്തൊക്കെയുണ്ട്? ഒരു കൺട്രോൾ പാനൽ ഉണ്ട്. ഇൻസ്റ്റോൾഡ് ഫോർ പ്രൈമറി ആൻഡ് സെക്കൻഡറി റെഗുലേറ്റേഴ്സ്. ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു കൺട്രോൾ പാനൽ ഉണ്ട്. പ്രൈമറി സെക്കൻഡറി റെഗുലേറ്ററുകൾ ഉണ്ട്. പ്രഷർ റെഗുലേറ്റർ ആൻഡ് വാർണിംഗ് ലാംപ്സ്. അതുപോലെ തന്നെ പ്രഷർ റെഗുലേറ്ററുകൾ, വാർണിംഗ് ലാമ്പുകൾ, ഇങ്ങനെയുള്ള എല്ലാരും ഇതിന്റെ ഒപ്പം ഉണ്ടാകും. ഡിസൈൻ, അതിന്റെ അരികിലായിട്ട് ഇതിന്റെ കൂടെ തന്നെ ഒരു കൺട്രോൾ പാനൽ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. പ്രൈമറി സെക്കൻഡറി റെഗുലേറ്റേഴ്സ്, പ്രഷർ റെഗുലേറ്റർ ആൻഡ് വാർണിംഗ് ലാംപ്സ്, ഇത്രയും അതിന്റെ കൂട്ടത്തിലുണ്ട്. ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. നിങ്ങളുടെ ടെസ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചോദിക്കില്ല. ഞാൻ എക്സ്ട്രാ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ അവിടെ. ഇനി അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ എന്താ? സോഴ്സ് എന്നാ പറഞ്ഞ അല്ലെ. സോഴ്സസ് ആണ് ഒരു കമ്പോണന്റ്, ഒരു ഭാഗം. ഈ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസിന്റെ ഒരു ഭാഗം, ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് സോഴ്സസ് ആണ്. ഇനി സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? റിസർവ്സ് ആണ്, കരുതൽ ശേഖരമാണ് സോഴ്സസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് പൈപ്പിംഗ് നെറ്റ്വർക്ക്. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ നമ്മൾ റൂമൊക്കെ എടുത്ത് പേഷ്യന്റ് കിടക്കുന്ന ബെഡിന്റെ മിക്കവാറും തലയുടെ ഭാഗത്തായിട്ട് ഇങ്ങനെ പൈപ്പുകൾ വന്നത്. പൈപ്പ്, ചെറിയ പൈപ്പിൽ കൂടെ എന്നിട്ട് അവിടെ ആ ഒരു ബോക്സ് പോലെ ഉണ്ടാകും. അതിനകത്ത് നമ്മൾ ആ പൈപ്പ് ലൈന് കളറുകൾ ഉണ്ടാവും. മെയിൻ ആയിട്ട് ഓക്സിജന് വാക്വമാണ് കൂടുതലായിട്ട്. അങ്ങനെ രണ്ട് പൈപ്പ് ലൈൻ, ഓക്സിജൻ ഗ്യാസും ഉണ്ടാവും, വാക്വം ഉണ്ടാവും. അപ്പൊ അത് രണ്ടും ആ പേഷ്യന്റിന്റെ അടുത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പൈപ്പ് ലൈനിൽ കൂടെ വന്ന് ഒരു ബോർഡ് പോലെ ഉണ്ട്, ഒരു സ്വിച്ച് ബോർഡ് പോലെ. അതിനകത്ത് ഈ ഔട്ട്ലെറ്റ് ഇൻലെറ്റ് ഉണ്ട്, പുറത്തേക്ക് എടുക്കാനും നമ്മൾ അങ്ങോട്ട് വലിച്ചെടുക്കാനും ഗ്യാസുകൾ വലിച്ചെടുക്കാനും ഉള്ള. അങ്ങനെ അത് എന്ന് വെച്ചാൽ എന്താ പറയാ, അത് ആ നമ്മുടെ ആ ഔട്ട്ലെറ്റിലേക്ക് എത്തിക്കുന്നത് ഏതിൽ കൂടി? ആ പൈപ്പ് ലൈനിൽ കൂടിയാണ്. ഇപ്പൊ നമ്മള് വീട്ടില് മോട്ടർ, നമ്മൾ വെള്ളം വരുന്ന എങ്ങനെയാ?
കിണറിന്ന് അല്ലെങ്കിൽ കിണറിന്ന് നമ്മൾ ടാങ്കിലേക്ക് അടിക്കും. അപ്പൊ ടാങ്ക് എന്ന് പറഞ്ഞ സോഴ്സ് ആണ് വെള്ളത്തിന്റെ. അത് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നത് എവിടെയാണ്? നമ്മുടെ വാഷിംഗ് ബേസിന്റെ അടുത്ത ടോയ്ലറ്റിലേക്ക് അല്ലെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ എത്തിക്കുന്നത് ഏരിയ കൂടെ പൈപ്പിൽ കൂടെയല്ലേ വരണേ. ആ ഗ്യാസ് പേഷ്യന്റിന്റെ അടുത്തേക്ക് എത്തിക്കുന്നത് ഏരിയ കൂടിയാണ്, പൈപ്പിൽ കൂടിയാണ്. പൈപ്പിംഗ് നെറ്റ്വർക്ക്. അതിനാണ് നമ്മൾ പറഞ്ഞ ഓരോ ഗ്യാസുകളും എത്തിക്കുന്നതിന് ആ പൈപ്സിന് കളർ കോഡുകൾ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഓക്സിജനും വാക്കുവാണ്. നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ റൂമിലൊക്കെ ആണെങ്കിലും നമ്മള് പേഷ്യന്റ് കിടക്കുന്ന അവിടെ ആ പൈപ്പിൽ കൂടെ ഗ്യാസുകൾ എത്തിക്കുന്ന അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്സിജൻ വാക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. Okay, medical gases and vacuum are distributed through the pipelines distribution system to provide the gas or vacuum at the end point or terminal unit. അതാണ് end point. അത് എത്തിക്കുന്ന അവിടെ വരെയും എത്തിച്ചു നിർത്താണ്. ഇനി പേഷ്യന്റിന് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അവിടേക്ക് കണക്ട് ചെയ്താൽ മതി. എല്ലാ റൂമിലേക്കും അല്ലെങ്കിൽ വാർഡിലൊക്കെ ആണെങ്കിലും എല്ലാ ഭാഗത്തേക്കും ഈ ഗ്യാസുകൾ അവിടെ വരെ എത്തിച്ചു നിർത്തിയിട്ടുണ്ട്. ഇനി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അതിന് പേഷ്യന്റിലേക്ക് എടുത്താൽ മതി, പേഷ്യന്റിനെ അവിടെ നിന്ന് എടുത്താൽ മതി. അതാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് ഓർക്കാം. മെഡിക്കൽ ഗ്യാസസ് ആൻഡ് വാക്വം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഡാഷ് എനിക്കറിയാ പൈപ്പ്ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പൈപ്പ്ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ ഗ്യാസ് നമ്മുടെ പേഷ്യന്റിന്റെ അടുത്തേക്ക് എത്തിക്കണ്ടേ, അത് വന്നത് പൈപ്പിലൂടെയാണ്, പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കൂടിയാണ്. The terminal units may be either wall mounted or pendant mounted. എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ യൂണിറ്റ് അത് വന്ന് നിൽക്കുന്ന സ്ഥലമില്ലേ, അതാണ് എൻഡ് പോയിന്റ്. അവിടെ വരേക്കും ആ ഗ്യാസ് ഉണ്ടാവും അവിടെ. എന്നിട്ട് പിന്നീട് അവിടെ നിന്ന് നമുക്ക് പേഷ്യന്റിന്റെ അടുത്തേക്ക് എടുത്താൽ മതി. ആ ടെർമിനൽ യൂണിറ്റ് അല്ലെങ്കിൽ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വാൾ മൗണ്ടഡ് ഓർ പെൻഡന്റ് മൗണ്ടഡ്. അത് വാൾ മൗണ്ടഡ് ഭിത്തിയിലോ ഉറപ്പിച്ചിരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പെൻഡന്റ് ആയിട്ട് അത് തൂങ്ങി ഇങ്ങനെ നിൽക്കുന്ന രീതിയിലോ ആയിരിക്കും. പെൻഡന്റ് തൂക്കിയിട്ടിരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ആ വാളിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന രീതിയിലായിരിക്കും ആ എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി യൂസ്ഡ് ടു മേക്ക് ദ പൈപ്സ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട് നമ്മുടെ ആ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞു. ആ പൈപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാ? കോപ്പർ ആണ് കേട്ടോ. ഹൈ ക്വാളിറ്റി കോപ്പർ. ആ സെന്റൻസും അതിൽ അണ്ടർലൈൻ ചെയ്തിടാം. ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി യൂസ്ഡ് ടു മേക്ക് ദ പൈപ്സ്. പൈപ്സ് ഉണ്ടാക്കാൻ ഈ ഗ്യാസുകൾ പോകുന്ന ആ പൈപ്പ് ലൈനില്ലേ, ആ പൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റൽ ആണ് കോപ്പർ ആണ് കേട്ടോ. ഹൈ ക്വാളിറ്റി കോപ്പർ ആണ് ഉപയോഗിക്കുന്നത്. Moreover, pipes should be protected against physical damage and corrosion and color coded in keeping with the gas content. ഇനി എന്തിനു വേണ്ടിയാ ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പർ കൊണ്ട് നിർമ്മിക്കുന്നത്? അതിന് മറ്റുള്ള ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ഡാമേജുകൾ വരാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. കൊറേഷൻ എന്ന് പറഞ്ഞാൽ തുരുമ്പൊക്കെ പിടിക്കുന്നത്, അതിനെയൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പർ കൊണ്ടാണ് ഈ പൈപ്പ് ലൈൻ സംവിധാനം ഉണ്ടാക്കിയത്, പൈപ്സുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിലുപയോഗിക്കുന്ന മെറ്റലാണ് ഹൈ ക്വാളിറ്റി കോപ്പർ എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡാമേജ്, കൊറോഷൻ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പൈപ്സ് കോപ്പർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് കളർ കോഡഡ് ഇൻ കീപ്പിംഗ് വിത്ത് ഗ്യാസ് കണ്ടന്റ്. ഇനിയിപ്പോ നമുക്ക് തുറന്നു നോക്കാൻ പറ്റും ഏത് ഗ്യാസ് ആണ്. അപ്പൊ അതേ കൂടെ ഏത് ഗ്യാസ് ആണ് വന്നതെന്ന് അറിയാൻ വേണ്ടി എന്താ ചെയ്യുന്നേ? ആ പൈപ്പ് ലൈനില് പൈപ്സിന് കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. എന്തനുസരിച്ച്? ഗ്യാസ് കണ്ടന്റ് അനുസരിച്ച്. അതിന്റെ ഉള്ളിൽ ഏത് ഗ്യാസാ പോകുന്നത് അതനുസരിച്ച് ആ പൈപ്പ് ലൈനിന് എന്തുണ്ട്? ആ പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ആ പൈപ്പ് ലൈനില് കളറ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ കളർ നോക്കുമ്പോൾ അറിയാം നമുക്ക് അല്ലെ, ആ പൈപ്പിലൊക്കെ ഏത് കളറാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പൈപ്പ് ലൈനില് ഏത് കളറാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉള്ളിലുള്ള ഗ്യാസ് കണ്ടന്റ് ഏതാണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടണം. ഹൈ ക്വാളിറ്റി കോപ്പർ ആണ് പൈപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി എന്തുകൊണ്ട് കോപ്പർ തന്നെ ചൂസ് ചെയ്യാൻ കാരണം? എന്തുകൊണ്ടാ? ഫിസിക്കൽ ഡാമേജ്, കൊറോഷൻ ഇതിൽ നിന്നൊക്കെ കോപ്പർ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യമാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോപ്പർ തന്നെ ഉപയോഗിക്കുന്നത്.
കൊറോഷൻ എന്ന് പറഞ്ഞാൽ തുരുമ്പിടിക്കുകയാണെങ്കിൽ നശിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. നാശം, നശിക്കുന്നതോ അല്ലെങ്കിൽ ഡാമേജ്, ഫിസിക്കൽ ഡാമേജ് വരാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് കോപ്പർ തന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ എന്തുണ്ടെന്നാ പറഞ്ഞേ, ആ പൈപ്പ് ലൈന് കളർ ഉണ്ട്, ആ പൈപ്പിന് കളർ ഉണ്ട്. എന്തനുസരിച്ച്? വിത്ത് ദ ഗ്യാസ് കണ്ടന്റ്, അതിന്റെ ഉള്ളിൽ ഏത് ഗ്യാസ് ആണോ അതിനനുസരിച്ച് കളറും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് മൂന്നാമത്തെ കമ്പോണന്റ് ആണ് വാൽവുകൾ, വാൽവ്സ്. ഇവിടെ രണ്ട് ടൈപ്പ് വാൽവുകൾ നമുക്ക് പഠിക്കാണ്ട്, സോൺ വാൽവുകളും സർവീസ് വാൽവുകളും. അണ്ടർലൈൻ ചെയ്തോ? there are two types of valves. ഏതൊക്കെയാ? സോൺ വാൽവ്സ് ആൻഡ് സർവീസ് വാൽവ്സ്. ഇനി സോൺ വാൽവുകൾ എന്തിനാ ഉപയോഗിക്കുന്നത്? സോൺ വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് എ ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം. ഒരു വലിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തുന്നതിനാണ് സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടി? ദാറ്റ് ഈസ് റൂം ഫോർ മോഡിഫിക്കേഷൻ ഓർ റിപ്പയർ. ഇനിയിപ്പോ ഒരു റൂമില് എന്തെങ്കിലും റിപ്പയർ നടത്തുവാണ്, അപ്പൊ അങ്ങോട്ടേക്കുള്ള ഗ്യാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണ്ടേ, അല്ലേ? അങ്ങോട്ടേക്കുള്ള ഗ്യാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യാനാണ് എന്ത്? ഒരു വലിയ ഭാഗത്തെ ഐസൊലേറ്റ്, ഒറ്റപ്പെട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ വാൽവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് പിന്നെ ഗ്യാസിന്റെ ഫ്ലോ ഇല്ല. അപ്പൊ അവിടെ വല്ല എന്തെങ്കിലും പൈപ്പ് ലൈനിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണിയോ റൂമിന്റെ എന്തെങ്കിലും ഇതൊക്കെ മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തണ്ടേ. അതാണ് സോൺ വാൽവ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടില് ഇലക്ട്രിക് വയർ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഷോപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇലക്ട്രീഷ്യൻ നന്നാക്കാൻ വരുമ്പോ ഒന്നില്ലെങ്കിൽ അവര് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യും. അങ്ങോട്ടേക്കുള്ള കറണ്ട് ഫുള്ള് ഡിസ്കണക്ട് ചെയ്തിട്ടല്ലേ അവർ അതിനകത്ത് ചെയ്യുള്ളൂ, അല്ലേ? ഇനി അല്ലെങ്കിൽ ചിലപ്പോ എന്താ, ചെറിയൊരു ഫോൾട്ട് മാത്രം ഉണ്ടെങ്കിൽ അവര് ചിലപ്പോ ഒരു റൂമിന്റെ ഫ്യൂസ് മാത്രം ഊരിവയ്ക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അപ്പൊ ഫുള്ള് അങ്ങോട്ടേക്കുള്ള ഫ്യൂസ് ഊരണ്ട. ഒരു റൂമിൽ ചെറിയൊരു ഫോൾട്ട് ഉണ്ടെങ്കിൽ ഓരോ റൂമിനും ഉണ്ടല്ലോ ഫ്യൂസ്, അപ്പൊ ആ ഫ്യൂസ് അവർ ഊരിയെടുത്താൽ അങ്ങോട്ടേക്കുള്ള കറണ്ട് പിന്നെ വരൂല. അതുപോലെ തന്നെ ഇത് രണ്ട് വാൽവുകളാണ് നമ്മൾ പറയുന്നത്. സോൺ വാൽവ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗത്തെ ഒറ്റപ്പെട്ട് നിർത്താൻ. അപ്പൊ എന്തെങ്കിലും മോഡിഫിക്കേഷനോ റിപ്പയറോ ഒക്കെ ചെയ്യണ്ടെങ്കിൽ ആ വാൽവ് ഇട്ട് കഴിഞ്ഞാൽ എന്താ, അങ്ങോട്ടേക്ക് പിന്നെ ഗ്യാസ് ഫ്ലോ ഉണ്ടാവില്ല. ഇനി beside the sound valves are installed on corridor wall and should be labeled to indicate the room that they control. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? beside the sound valves are installed on corridors walls. കോറിഡോറിന്റെ വാളിലെ ഭിത്തി അതിന്റെ ചേർന്നാണ് സോൺ വാൽവ്സുകൾ ഇൻസ്റ്റോൾ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ ലേബിൾ ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്. റൂം ദാറ്റ് ദേ കൺട്രോൾ, ആ റൂം അവരുടെ കൺട്രോളിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ, അതിനെ കാണിക്കുന്നതിന് വേണ്ടി അവിടെ ലേബലും ചെയ്തേക്കണം. റൂം റിപ്പയറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആയിട്ട് അവിടെ ഒരു ലേബലും ചെയ്തേക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. Walls should be labeled to indicate the room that they control. അതിന്റെ കൺട്രോളിലാണ് ആ റൂം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് അവിടെ അത് ലേബൽ ചെയ്യും വേണം. ഇനി അപ്പൊ അതിനകത്ത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടാൽ രണ്ട് തരത്തിലുള്ള വാൽവുകളുടെ പേര് നോക്കാം. പിന്നെ സോൺ വാൽവ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഐസൊലേറ്റ് ദ ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത്രയും മതി. ഐസൊലേറ്റ് ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം. ഇനി അടുത്ത് നോക്കിയേ, furthermore ഇനി സർവീസ് വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് certain പാർട്ട് ഓഫ് ദ സിസ്റ്റം. ഒരു ചെറിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്യാൻ, ഒറ്റപ്പെട്ട് നിർത്തുന്നതിനാണ് സർവീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. അതും അണ്ടർലൈൻ ചെയ്തിട്ടേ. സർവീസ് വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് certain പാർട്ട് ഓഫ് ദ സിസ്റ്റം for modification and repair. They are assembled by the clinical staff. അതാർക്ക്? ക്ലിനിക്കൽ സ്റ്റാഫിന് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലിനിക്കൽ സ്റ്റാഫിന് തന്നെ അത് എന്താ വാൽവ് ക്ലോസ് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അസസിബിൾ. ഓക്കെ, അവർക്ക് അക്സസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അവർക്ക് തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ, ഈ സ്വാധീനിക്കാൻ പറ്റുമെന്നാണ് കേട്ടോ. അവർക്ക് തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്ലിനിക്കൽ സ്റ്റാഫിന് തന്നെ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സർവീസ് വാൽവുകൾ എന്ന് വെച്ചാൽ ഒരു ചെറിയ ഭാഗത്തെ മാത്രം എന്താണ് ഐസൊലേറ്റ് ചെയ്യാനാണ്. ഈ പാരഗ്രാഫിൽ നമ്മൾ രണ്ട് വാൽവുകളുടെ പേര് പഠിച്ചു. സോൺ വാൽവ്സ് എന്തിനാണ്? വലിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട് കേട്ടോ. സോൺ വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് large part of the system.
അതിൽ ഡാഷ് വാൽവ്സ് ആണ് യൂസ്ഡ് ടു ഐസൊലേറ്റ് ദ ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം. അങ്ങനെ ചോദിക്കാം. സോൺ വാൽവുകൾ, സർവീസ് വാൽവുകളോ ഐസൊലേറ്റ് സർട്ടൻ പാർട്ട് ഓഫ് ദ സിസ്റ്റം. ആ 3 കാര്യങ്ങളും അതിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി അടുത്തത് 4ാമത്തെ വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റംസ്. വാൺ ചെയ്യാൻ, ഒരു മുന്നറിയിപ്പ് കൊടുക്കാന്, അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ അലാറം കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അപകട കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവിടെ അവർക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻ, ഒരു വിവരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് വാണിംഗ് അലാറം സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റം ടു ഗീവ് ദ ഇൻഫർമേഷൻ കൊടുക്കുക ഫോർ ദ റെസ്പോൺസിബിൾ സ്റ്റാഫ് അബൌട്ട് ദ ഹോൾ പ്ലാന്റ് ഇൻ കേസ് ഓഫ് ഫെയിലിയർ ഡിറ്റക്ഷൻ ഓർ ചേഞ്ച് റിക്വയർമെന്റ്സ്. കണ്ടോ, അതായത് അവിടെ മൊത്തം എന്തെങ്കിലും ഫെയിലിയർ കണ്ടെത്തി, എന്തെങ്കിലും ഫോൾട്ട് കണ്ടെത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമായിട്ട് വരികയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ അതിനോട് ബന്ധപ്പെട്ട സ്റ്റാഫുകളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാർണിംഗ് അലാറം സിസ്റ്റം ഉപയോഗിക്കുന്നത്. അണ്ടർലൈൻ ചെയ്ത ഫസ്റ്റ് സെന്റൻസ്. Dash give to give the information for the responsible staff about the whole plant in the case of failure detection or change requirements. വായിക്കുമ്പോ തന്നെ അറിയാലോ, വാർണിംഗ് അലാറം സിസ്റ്റം എന്ന് കേൾക്കുമ്പോ എന്താ, അതിന് ബന്ധപ്പെട്ട സ്റ്റാഫുകളെ അറിയിക്കാൻ വേണ്ടിയാണ് വാർണിംഗ് അലാറം സിസ്റ്റംസ് ഉപയോഗിക്കുന്നത്. 1ാമത്തെ സെന്റൻസ്. ഇനി നമ്മൾ നോക്കേണ്ടത് 2 ടൈപ്പ് അലാറം സിസ്റ്റം ഉണ്ട്. മാസ്റ്റർ അലാറം ആൻഡ് ഏരിയ അലാറംസ്. പോയിന്റ്സ്, ആ പേരുകൾ നോട്ട് ചെയ്ത് വെച്ചേ. There are 2 main alarm system. ഏതൊക്കെയാ? മാസ്റ്റർ അലാറം ഉണ്ട്, ഏരിയ അലാറംസ് ഉണ്ട്. Master alarms and area alarms. Master alarm monitor the main gas line and source condition. In master alarm ഇതിനെ മോണിറ്റർ ചെയ്യുന്ന മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സിനെയാണ്, അതിന്റെ കണ്ടീഷൻ മോണിറ്റർ ചെയ്യാൻ. ഇപ്പൊ മെയിൻ ഗ്യാസ് ലൈനിൽ എന്തെങ്കിലും ഫെയിലിയറോ കാര്യങ്ങളോ കണ്ടെത്തി, അപ്പൊ നമുക്ക് മാസ്റ്റർ അലാറം ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ മാസ്റ്റർ അലാറം മോണിറ്റർ ചെയ്യുന്നു ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സ് കണ്ടീഷൻ, അതിനെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ്. And area alarms found on alarm panels and their function to monitor condition of a specific critical care area. പ്രത്യേക ക്രിട്ടിക്കൽ കെയർ ഏരിയയുടെ കണ്ടീഷൻ മോണിറ്റർ ചെയ്യാനാണ് ഏരിയ അലാറം ഉപയോഗിക്കുന്നത്. അത് രണ്ടും നോട്ട് ചെയ്യണം, അതും ചോദിക്കാറുണ്ട്. മാസ്റ്റർ അലാറം മോണിറ്റർ ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സ് കണ്ടീഷൻ, അത്ര അണ്ടർലൈൻ ചെയ്താൽ മതി. Master alarm monitor the main gas line and source condition. Area alarm monitor the condition of specific critical care area. അത്രയും മതി. ആ വലിയ സെന്റൻസ് അത്രയൊന്നും വേണമെന്നില്ല. ഏരിയ അലാറം is to monitor the condition of specific critical care area. 3 കാര്യങ്ങൾ, 3 സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തില്ലേ? ഫസ്റ്റ് സെന്റൻസ്. 2ാമത് മാസ്റ്റർ അലാറം മെയിൻ ഗ്യാസ് ലൈൻ സോഴ്സ് കണ്ടീഷൻ മോണിറ്റർ ചെയ്യാൻ, ഏരിയ അലാറം എന്താണ് സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ഏരിയ അതിന് മോണിറ്റർ ചെയ്യാൻ. ഇനി അടുത്തതാണ് ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റുകൾ. 5ാമത്തെ കമ്പോണന്റ് ആണ് ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും. Outlets are the points at which connection can be made to the medical gas pipeline to supply under pressure while inlet supply path. അതായത് ഈ നമുക്ക് ഔട്ട്ലെറ്റുകളും ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ, ഈ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് നിങ്ങളിപ്പോ എന്താ പറയാ, നമ്മുടെ സ്വിച്ച് ബോർഡിലേക്ക് നമ്മൾ ആ സ്വിച്ച് ബോർഡിന്റെ ആ പ്ലഗ് 3 പിൻ പോലെ അതിലേക്കല്ലേ നമ്മൾ കുത്തുന്നത് നമുക്ക് കറണ്ട് കിട്ടാൻ. ഇപ്പൊ നമുക്കൊരു മിക്സി നമുക്ക് അടിക്കണം, നമ്മൾ ആ പ്ലഗ് കൊണ്ടുവന്ന് ആ സ്വിച്ച് ബോർഡിലേക്ക് കുത്തി കഴിയുമ്പോഴല്ലേ കറണ്ട് നമുക്ക് കിട്ടുന്നേ, അല്ലേ? ഇപ്പൊ നമുക്ക് ഫോൺ ചാർജ് ചെയ്യണം, വെറുതെ ചാർജ് ആവുമോ? നമ്മൾ എന്താ, നമ്മുടെ ആ ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ പ്ലഗിലേക്ക് കുത്തി കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് ആ കറണ്ട് പാസ് ചെയ്യുന്നത്, ആ ഉപകരണങ്ങളിലേക്ക് വരുന്നത്. ഇപ്പൊ പേഷ്യന്റിന്റെ അടുത്തേക്ക് ഓക്സിജൻ, മെഡിക്കൽ എയർ പോലുള്ള ഗ്യാസുകള് പേഷ്യന്റിന്റെ അടുത്തേക്കോ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സിലേക്കോ ഒക്കെ വിതരണം ചെയ്യുന്ന പൈപ്പ് ലൈനിലെ ഒരു കണക്ഷൻ പോയിന്റുകളാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഔട്ട്ലെറ്റ് എന്ന് വെച്ചാൽ പുറത്തേക്ക്,
ഓക്സിജനും മെഡിക്കൽ എയറും ഒക്കെ പേഷ്യന്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ടേ? അടുത്തേക്ക് എത്തിക്കുന്ന വിതരണം ചെയ്യുന്ന പൈപ്പ് ലൈനിലെ ഒരു കണക്ഷൻ പോയിന്റ് ആണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്സിജനോ അല്ലെങ്കിൽ മെഡിക്കൽ ഗ്യാസ് ഒക്കെ പേഷ്യന്റിന്റെ അടുത്തേക്ക് എത്തിക്കാൻ, വിതരണം ചെയ്യാൻ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലെ ഒരു കണക്ഷൻ പോയിന്റ്, പൈപ്പ് ലൈൻ സിസ്റ്റത്തിലെ ഒരു കണക്ഷൻ പോയിന്റ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഔട്ട്ലെറ്റ് ആർ പോയിന്റ് ആൻഡ് വിച്ച് കണക്ഷൻ ക്യാൻ ബി മെയ്ഡ് ടു മെഡിക്കൽ ഗ്യാസ് പൈപ്പിംഗ് സിസ്റ്റം ടു സപ്ലൈ അണ്ടർ പ്രഷർ. അപ്പോ എന്താണ് ഈ ഔട്ട്ലെറ്റ് എന്താ സപ്ലൈ ചെയ്യുന്നേ? മെഡിക്കൽ ഗ്യാസ് ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഔട്ട്ലെറ്റിൽ കൂടെ എന്താ നമുക്ക് കിട്ടുന്നേ? ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞ ഒരു കണക്ഷൻ പോയിന്റ് ആണ്. എന്ത് തരുന്ന? ഓക്സിജനോ അല്ലെങ്കിൽ മെഡിക്കൽ ഗ്യാസോ പേഷ്യന്റ് അടുത്തേക്ക് വിതരണം ചെയ്യുന്ന പൈപ്പ് ലൈനിലുള്ള ഒരു കണക്ഷൻ പോയിന്റ് ആണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഔട്ട്ലെറ്റ് സപ്ലൈ മെഡിക്കൽ ഗ്യാസസ്. മനസ്സിലായോ? ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഔട്ട്ലെറ്റ്സ് എന്താ സപ്ലൈ ചെയ്യുന്ന? മെഡിക്കൽ ഗ്യാസ് ആണ് വിതരണം ചെയ്യുന്നത്. പേഷ്യന്റിന്റെ കാര്യമാണ്, പേഷ്യന്റിന്റെ കാര്യമാണ് കേട്ടോ. ഇനി ഇല്ലറ്റ് സപ്ലൈ വാക്വം എന്ന ഇല്ലറ്റ് എന്താ സപ്ലൈ ചെയ്യുന്ന വാക്വമാണ്. ഇല്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്ലിനിക്കൽ പരിസ്ഥിതിയിൽ നിന്ന് എന്തെങ്കിലും മാലിന്യങ്ങളോ വാതകങ്ങളോ ദ്രാവകങ്ങളോ ഒക്കെ റിമൂവ് ചെയ്യാൻ, ഇവിടെ നിന്ന് വലിച്ചെടുക്കുക, റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വാക്വം നമ്മൾ അത് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി വിതരണം ചെയ്യുന്ന കണക്ഷൻ പോയിന്റ് ആണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. തിരിച്ച് ഇൻലെറ്റ് ക്ലിനിക്കൽ പരിസ്ഥിതിയിൽ നിന്ന് എന്തെങ്കിലും ദ്രാവകങ്ങളോ അല്ലെങ്കിൽ വാതകങ്ങളോ ഒക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വാക്വം ഒരു വലിച്ചെടുക്കുന്നതിനോ വലിച്ചെടുക്കുന്നതിന് വേണ്ടി വിതരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കണക്ഷൻ പോയിന്റ് ആണ് ഇൻലെറ്റ്. അപ്പൊ ഇൻലെറ്റ് എന്താ സപ്ലൈ ചെയ്യുന്ന? വാക്വമാണ്. നമ്മൾ പറഞ്ഞില്ലേ വാക്വം, മെഡിക്കൽ ഗ്യാസിൽ വാക്വം നമ്മൾ പഠിച്ചില്ലേ? നമ്മള് സക്ക് ചെയ്തെടുക്കാനായിട്ട്, വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്യണം. ഔട്ട്ലെറ്റ് സപ്ലൈ മെഡിക്കൽ ഗ്യാസ്, പേഷ്യന്റിന് മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത് ഔട്ട്ലെറ്റ്. ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻലെറ്റ് സപ്ലൈ വാക്വം. ആ രണ്ട് സെന്റൻസ് അവിടെ നോട്ട് ചെയ്തിട്ടാ മതി. പിന്നെ ഫസ്റ്റ് സെന്റൻസ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. ഡാഷ് ആർ പോയിന്റ്സ്. ആ പോയിന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം which connection can be made to the medical gas pipeline system to supply under pressure. A sentence. അപ്പൊ അവിടെ ഔട്ട്ലെറ്റ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് സപ്ലൈ മെഡിക്കൽ ഗ്യാസസ്, ഇൻലെറ്റ് സപ്ലൈ വാക്വം. ആ മൂന്ന് കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്യാം, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തതാണ് ആറാമത്തെ സെക്കൻഡറി എക്യുപ്മെന്റ്സ്. ഇപ്പൊ കുറെ എക്യുപ്മെന്റ്സ് നമ്മൾ പറഞ്ഞില്ലേ? സോഴ്സസ് പറഞ്ഞു, പൈപ്പിംഗ് നെറ്റ്വർക്ക് പറഞ്ഞു, വാൽവുകൾ പറഞ്ഞു, വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം പറഞ്ഞു, ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്സും പറഞ്ഞു. ഇനി ഇത് കൂടാതെ കുറച്ച് എക്സ്ട്രാ എക്യുപ്മെന്റ്സ് ഉണ്ട്. അതാണ് സെക്കൻഡറി എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഹോൾ ഹോസസ്, മൊത്തം ഹോസുകള്. ഗ്യാസ് ഫ്ലോ മീറ്റർ കേട്ടിട്ടുണ്ടോ? ഗ്യാസ് ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞാൽ ഈ പൈപ്പ് ലൈനിലെ ഗ്യാസ് ഫ്ലോ റേറ്റ് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഗ്യാസ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെന്റ് ഗ്യാസ് ഫ്ലോ മീറ്റർ is an instrument that measure the pipeline gas flow rate. അപ്പൊ ഇതിന്ന് തന്നെ അറിയാം, ഗ്യാസ് ഫ്ലോ റേറ്റ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഗ്യാസ് ഫ്ലോ മീറ്റർ. പൈപ്പ് ലൈനിലെ ഗ്യാസ് ഫ്ലോ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്. ഗേജുകള് അളക്കാൻ ഉപയോഗിക്കുന്നത്. ഗേജ്. വാക്വം റെഗുലേറ്റേഴ്സ് ആർ നോട്ട് പാർട്ട് ഓഫ് ദ പൈപ്പ് ലൈൻ സിസ്റ്റം. വാക്വം റെഗുലേറ്ററുകള് ഇതെല്ലാം പൈപ്പ് ലൈനിന്റെ ഭാഗമല്ല, നോട്ട് എ പാർട്ട് ഓഫ് പൈപ്പ് ലൈൻ സിസ്റ്റത്തില് ഡയറക്റ്റ് വരുന്നല്ലാതെ. പക്ഷെ അതെന്താണ്? കോൺട്രിബ്യൂട്ട് ഗ്രേറ്റ്ലി ടു ഗ്യാസ് ആൻഡ് വാക്വം കൺസംഷൻ. ഗ്യാസ് വാക്വം കൺസംഷനില് ഇത് വളരെയധികം കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്, സംഭാവന നൽകുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന എക്യുപ്മെന്റ്സ് ആണ്. ദീസ് ഐറ്റം ഷുഡ് ബി ചെക്ക്ഡ് ഫ്രീക്വന്റ്ലി ആസ് എ പാർട്ട് ഓഫ് റുട്ടീൻ ഇൻസ്പെക്ഷൻ പ്രൊസീജിയർ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഈ സെക്കൻഡറി എക്യുപ്മെന്റും എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം.
മൊത്തം ഹോസുകള്, ഗ്യാസ് ഫ്ലോ മീറ്റർ, ഗേജ്, വാക്വം റെഗുലേറ്റർ എല്ലാം ഫ്രീക്വന്റ്ലി എന്ത് ചെയ്യണം? ഒരു റുട്ടീൻ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാം, ഈ സെക്കൻഡറി എക്യുപ്മെന്റ്സിൽ വരുന്ന ഏതൊക്കെയാണ്? ആ 4 എണ്ണത്തിന്റെ പേരൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഹോസസ്, ഗ്യാസ് ഫ്ലോ മീറ്റർ, ഗേജ്, വാക്വം റെഗുലേറ്റേഴ്സ്. ഓക്കെ, അത് 4 എണ്ണത്തിന്റെ പേര് മാത്രം അവിടെ അണ്ടർലൈൻ ചെയ്തെടുത്താൽ മതി. അതും നമ്മൾ എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യണം. ഔട്ട്ലെറ്റ്, ഇൻലെറ്റ്, വാണിംഗ് അലാറം സിസ്റ്റം, ഇപ്പൊ നമ്മൾ പറഞ്ഞ വാൽവ്, പൈപ്പിംഗ് നെറ്റ്വർക്ക്, സോഴ്സ്, ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇത് പൈപ്പ് ലൈൻ, ഇത് ഗ്യാസ് വിതരണം ചെയ്യുന്നതിന് വളരെയധികം കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് ഈ സെക്കൻഡറി എക്യുപ്മെന്റ്സും. അതും അതിനെ നമ്മൾ ഈ റുട്ടീൻ ഇൻസ്പെക്ഷൻ, പതിവ് പരിശോധനയുടെ ഭാഗമായിട്ട് ഇതും കൂടി ചെക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ സെക്കൻഡറി എക്യുപ്മെന്റ്സിൽ വരുന്ന ഏതാന്ന് അണ്ടർലൈൻ ചെയ്തോ? അത്രയും മാത്രം അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി എളുപ്പമുള്ളതാണ് ഇനി അഡ്വാൻറ്റേജസ്. അപ്പൊ കമ്പോണൻസിൽ വരുന്നത് ഏതാന്ന് ചോദിക്കൂട്ടോ. സിസ്റ്റം കമ്പോണൻസ് ഓഫ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ബിലോങ്സ് ടു ഡാഷ്. 6 എണ്ണത്തിന്റെയും പേര് പഠിച്ചു വെക്കുക, പിന്നെ ഓരോന്ന് എന്താന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അഡ്വാൻറ്റേജ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഇനി ഈ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാ? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലില് ചിലപ്പോൾ പേഷ്യന്റിന് ഓക്സിജൻ ആവശ്യമാണെങ്കിൽ ആ പേഷ്യന്റ് കിടക്കുന്ന ബെഡിന്റെ സൈഡിൽ ഓക്സിജന്റെ കുറ്റി ഉണ്ടെന്ന് വെക്കും. അപ്പൊ അതിനായിരിക്കും പേഷ്യന്റിന് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അങ്ങനത്തെ ഒരു കാഴ്ച നമുക്കില്ല, അല്ലെ? ഇപ്പൊ അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഇത് ആവശ്യമാണെങ്കിൽ എന്താ, പേഷ്യന്റ് കിടക്കുന്ന ബെഡിന്റെ അവിടെ വരെ പൈപ്പ് ലൈനിൽ കൂടെ ഈ ഗ്യാസ് എത്തിച്ചിട്ടുണ്ടാവും. അപ്പൊ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതിയാവും. അതാണ് നമ്മൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്. പേഷ്യന്റിന് ഈ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? പേഷ്യൻസിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് നോക്കി. there will be no disturbing sight of oxygen cylinder at bedside. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാ. ബെഡിന്റെ സൈഡില് വലിയ കുറ്റി ഓക്സിജൻ സിലിണ്ടർ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബിങ് കാഴ്ച, അല്ലെ? അതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കൂലേ? അങ്ങനെയുള്ള ഒരു കാഴ്ച ഒഴിവാക്കാൻ പറ്റും. ഇത് കുഞ്ഞു പൈപ്പ് ലൈനിൽ കൂടെ അല്ലേ വരുന്നത്. അതാണ് ഒന്നാമത്തെ പേഷ്യന്റിനുള്ള അഡ്വാൻറ്റേജ്. എന്താ, അവർക്ക് അങ്ങനെ ഒരു ഡിസ്റ്റർബിങ് സൈറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, എന്താ വെച്ചാൽ ബെഡിന്റെ സൈഡിൽ വലിയ കുറ്റി ഓക്സിജൻ സിലിണ്ടർ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഡിസ്റ്റർബ് ഉള്ള ഒരു കാഴ്ച ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത് നോക്കിയേ, എലിമിനേഷൻ ഓഫ് ദ അനോയിങ് നോയ്സ് ഫ്രം ദ മൂവ്മെന്റ് ഓഫ് ദ സിലിണ്ടർ ഇൻ ആൻഡ് അറൗണ്ട് ദ ഹോസ്പിറ്റൽ. കണ്ടോ, ഇനി എന്താ, നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ, ഒഴിവാക്കാൻ പറ്റും അനോയിങ് നോയ്സ്, നമുക്ക് ശല്യപ്പെടുത്തുന്ന ശബ്ദം. എങ്ങനെ ഉണ്ടാകുന്നത്? മൂവ്മെന്റ് ഓഫ് ദ സിലിണ്ടർ ഇൻ ആൻഡ് അറൗണ്ട് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ചുറ്റും അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അതിൽ കൂടെയൊക്കെ ഈ ഓക്സിജന്റെ അല്ലെങ്കിൽ ഓരോ ഗ്യാസ് സിലിണ്ടറുകൾ ഉരുട്ടിക്കൊണ്ടൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമില്ലേ, അരോചകമായിട്ടുള്ള ശബ്ദം, അനോയിങ് നോയ്സ്, അതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? രണ്ടാമത്തെ എന്താ അഡ്വാൻറ്റേജ്? ഇത് ഗ്യാസ് കുറ്റി ഉരുട്ടിക്കൊണ്ടൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെ? സിലിണ്ടറുകൾ ഉരുട്ടിക്കൊണ്ടൊന്നും പോകണ്ട. അപ്പൊ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഈ അനോയിങ് നോയ്സ് ഒഴിവാക്കാൻ പറ്റും. നമ്മള് ഗ്യാസ് ഒക്കെ ബുക്ക് ചെയ്ത് ഗ്യാസിന്റെ വണ്ടി ദൂരെ വന്ന് നിൽക്കുമ്പോ തന്നെ നമുക്ക് അറിയാലോ, അല്ലെ? ഗ്യാസ് കുറ്റിയൊക്കെ തമ്മിൽ ഇടിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉന്തുമ്പോഴും ഉരുട്ടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ശബ്ദമില്ലേ, അത് നമുക്ക് അത്ര നല്ല സൗണ്ട് അല്ല, അല്ലെ? നമുക്ക് അതിന്റെ അസുഖമായിട്ട് കിടക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ശബ്ദം കൂടി കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ പേഷ്യന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു അഡ്വാൻറ്റേജ് ആണ് അങ്ങനെയുള്ള ആ ശല്യപ്പെടുത്തുന്ന ശബ്ദങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇനി അടുത്ത് നോക്കിയേ, പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയ ഫ്രം കണ്ടാമിനേഷൻ ഡ്യൂ ടു ദ യൂസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് ദ സിലിണ്ടേഴ്സ്. ഇനി നമ്മുടെ സ്റ്റെറൈൽ ഏരിയയെ സംരക്ഷിക്കാൻ പറ്റും. അതായത് ഹോസ്പിറ്റലൊക്കെ എപ്പോഴും നമുക്കറിയാലോ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള സ്റ്റെറൈൽ ഏരിയ ആണ്. അപ്പൊ വീണ്ടും ആ ഗ്യാസ് സിലിണ്ടറൊക്കെ അത് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ കണ്ടാമിനേഷൻ ആവാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? അത് ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ സിലിണ്ടർ കൊണ്ടുപോകുമ്പോഴും ഒക്കെ ആ ഒരു ഏരിയ കണ്ടാമിനേഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താ പറയാ, അപ്പൊ അങ്ങനെ വരാതെ ആ സ്റ്റെറൈൽ ഏരിയനെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും. പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയ അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാ. പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയ.
പിന്നെ അടുത്തത് ഒന്നാമത്തേൽ ഇത്രയും നോക്കിയാൽ മതി, എലിമിനേഷൻ ഓഫ് അനോയിങ് നോയിസ്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയാട്ടോ. വലുതായിട്ടൊന്നും ഫുള്ളൊന്നും എന്തായാലും നമ്മുടെ ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ, അഡ്വാൻറ്റേജിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നാ ചോദിക്കുള്ളൂ. അപ്പൊ ഇത് ഫുള്ളായിട്ടൊന്നും കട്ട് ചെയ്യണ്ട, നമ്മളൊരു ഒന്ന് നോക്കി വെച്ചാൽ മതി. ആ ശല്യപ്പെടുത്തുന്ന ശബ്ദം ഒഴിവാക്കാം, സ്റ്റെറൈൽ ഏരിയനെ സംരക്ഷിക്കാം, ആ ഡിസ്റ്റർബിംഗ് സൈറ്റ് നമുക്ക് ഒഴിവാക്കാം. നോ ഡിസ്റ്റർബിംഗ് സൈറ്റ് ഓഫ് ഓക്സിജൻ സിലിണ്ടർ അറ്റ് ദ ബെഡ് സൈഡ്, നോ ഡിസ്റ്റർബിംഗ് സൈറ്റ്, അങ്ങനെയുള്ള കാഴ്ച ഒഴിവാക്കാം. ഇനി അടുത്ത് നോക്കി ലാസ്റ്റ് എന്താ, കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ. ആവശ്യമായിട്ടുള്ള ലൊക്കേഷനിൽ കോൺസ്റ്റന്റ് സ്ഥിരമായിട്ടുള്ള ക്ലീൻ സപ്ലൈ ഉറപ്പുവരുത്തുന്നു. ഇപ്പൊ ആ കുറ്റിയിലുള്ള ഓക്സിജൻ തീർന്നു, ഇനി വേറെ കുറ്റി വെക്കണമെങ്കിൽ അത് മാറ്റി പിന്നെ കൊണ്ടുവന്നാൽ വെക്കണം. അപ്പൊ അവിടെ ഒരു ബ്രേക്ക് വരാൻ പാടില്ല അല്ലെ. ഇതെന്ന് വെച്ചാൽ എത്രയോ ഗ്യാസുകൾ എപ്പോഴും അവിടെ ഓക്കെയാണ്. അവിടെ അങ്ങനെ ആ ഒരു കോൺസ്റ്റന്റ് സ്ഥിരമായിട്ടുള്ള ക്ലീൻ സപ്ലൈ അറ്റ് എ റിക്വയർഡ് ലൊക്കേഷൻ. ഓക്കെ, അഡ്വാൻറ്റേജ് കിട്ടിയോ നോക്കിയ 4 എണ്ണം ഓക്കെ ആണോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? സിമ്പിളാക്കി മനസ്സിലാക്കി വെച്ചൂടെ? ഓക്കെ, ഡിസ്റ്റർബിംഗ് സൈറ്റ് ഇല്ല, ശല്യപ്പെടുത്തുന്ന ശബ്ദം ഇല്ല, സ്റ്റെറൈൽ ഏരിയനെ നമുക്ക് സംരക്ഷിക്കാം, കോൺസ്റ്റന്റ് ക്ലീൻ സപ്ലൈ, സ്ഥിരമായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള സപ്ലൈ, ഗ്യാസിന്റെ സപ്ലൈ റിക്വയർഡ് ലൊക്കേഷനിൽ കിട്ടും. ഇനി ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫ്, ഇനി ഹോസ്പിറ്റൽ സ്റ്റാഫിന് ഈ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ? സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്പ് ഉണ്ടോ? അതാണ് സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ എന്താ, പെട്ടെന്ന് ആ ടാപ്പുകളിൽ ഗ്യാസിന്റെ അവൈലബിലിറ്റി ഇല്ലേ, എപ്പോഴും അവൈലബിൾ അല്ലേ, അല്ലെ? എപ്പോഴാണ് ആവശ്യം, എമർജൻസി ആയിട്ട് എപ്പോഴാണ് വേണ്ടി വരുന്നത്, അത് അവിടെ എപ്പോഴും എന്താ പെട്ടെന്നുള്ള അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. ഓക്സിജൻ സിലിണ്ടർ അല്ലെങ്കിൽ ഓക്സിജൻ ഇതൊന്നും ഉരുട്ടി കൊണ്ടുവന്ന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്വിഫ്റ്റ് അവൈലബിലിറ്റി, പെട്ടെന്ന് നമുക്ക് ആ ടാപ്പുകളിലെ ഗ്യാസിന്റെ ലഭ്യത. പിന്നെ രണ്ടാമത് നോക്കി, ക്ലീൻ സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസസ്. ക്ലീൻ ആയിട്ടുള്ള, സേഫ് സുരക്ഷിതമായിട്ടുള്ള, ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസസ് അല്ലെ, വിശ്വസനീയമായിട്ടുള്ള ഡെലിവറി, ഗ്യാസിന്റെ വിതരണം. ക്ലീൻ സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസസ്. എപ്പോഴാണെങ്കിലും ക്ലീൻ സേഫ് ഡിപ്പെൻഡബിൾ എന്ന് വെച്ചാൽ വിശ്വസനീയമായിട്ടുള്ള, നമുക്കറിയാം എപ്പോഴും ഗ്യാസ് അവിടെ ഇട്ട് അല്ലെങ്കിൽ തീർന്നു പോകുന്നോ അങ്ങനെയുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, വിശ്വസനീയമായിട്ടുള്ള ഗ്യാസിന്റെ ഡെലിവറി. അടുത്ത് നോക്കിയ റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെയാണോ നോക്കി, ഗ്യാസസ് തന്നെയല്ലേ? റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് വെനെവർ ആൻഡ് വേറബിൾ അല്ല, അതൊന്ന് ഗ്യാസസ് ആക്കിയേ. ഗ്യാസസ് ആട്ടോ, റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ്, ഗ്യാസിന്റെ റെഗുലർ ആയിട്ടുള്ള പതിവായിട്ടുള്ള ഫ്ലോ, വെനെവർ വേറെവർ നീഡഡ്, എപ്പോഴാണോ എവിടെയാണോ ആവശ്യമുള്ളത് അവിടേക്ക് ഗ്യാസിന്റെ റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് വെനെവർ ആൻഡ് വേറെവർ നീഡഡ്. പിന്നെ അടുത്ത് നോക്കിയേ, മിനിമൽ ആക്സിഡന്റൽ റിസ്ക് ഡ്യൂ ടു ദ മിസ് ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. സിലിണ്ടേഴ്സിന്റെ തെറ്റായ കൈമാറ്റം മൂലം ഉണ്ടാകുന്ന റിസ്ക് അതിനെ കുറയ്ക്കാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും. മിനിമൽ ആക്സിഡന്റ് റിസ്ക് ഡ്യൂ ടു മിസ് ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടർ, സിലിണ്ടേഴ്സിന്റെ തെറ്റായ കൈമാറ്റം മൂലം ഉണ്ടാകുന്ന റിസ്ക് അതിനെ കുറയ്ക്കാൻ പറ്റും, അതിന്റെ ആക്സിഡന്റ് റിസ്കിനെ മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇത് 4 എണ്ണമാണ് ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, ഗ്യാസ് ടാപ്പുകളിൽ എപ്പോഴും വേഗത്തിലുള്ള അതിന്റെ ലഭ്യത, ക്ലീൻ സപ്ലൈ ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസസ്, പിന്നെ റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ്, സ്ഥിരമായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഫ്ലോ, അതിനൊന്നും എന്താ ബ്രേക്ക് ഒന്നും വരില്ല, റെഗുലർ ഫ്ലോ ഗ്യാസസ്, പിന്നെ മിനിമൽ ആക്സിഡന്റൽ റിസ്ക്. എങ്ങനെ? ഡ്യൂ ടു മിസ് ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സിന്റെ തെറ്റായ കൈമാറ്റം മൂലം ഉണ്ടാക്കുന്ന ആ ആക്സിഡന്റ് റിസ്ക് അതിനെ മിനിമൈസ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി നോക്കേ, ഇനി
അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ആർക്കടി ആ പേഷ്യന്റിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്നാ പറഞ്ഞത്. രണ്ടാമത് ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ അഡ്വാൻറ്റേജ്. ഈ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ട് ഹോസ്പിറ്റൽ സ്റ്റാഫിനുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാ? ഇനി നോക്കിയേ, ഫോർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് എന്തൊക്കെയാ അഡ്വാൻറ്റേജ് നോക്കിയേ? ഒന്നാമത്തെ ഈസി പർച്ചേസ് ഓഫ് ഗ്യാസസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് അറ്റ് ഫേവറബിൾ ടേംസ്. അനുകൂലമായിട്ടുള്ള നിബന്ധനകള്, ടേംസ്, നിബന്ധനകൾക്ക് അനുസരിച്ച് ഈ നമുക്ക് വലിയ ക്വാണ്ടിറ്റിയില് ഈ ഗ്യാസ് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാന്ന്. ഈസി പർച്ചേസ് ഓഫ് ഗ്യാസസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനുള്ള ഒരു അഡ്വാൻറ്റേജ്. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പർച്ചേസ് ചെയ്യണ്ട, ഒരുമിച്ച് വാങ്ങുന്നത് തന്നെ എപ്പോഴും നമുക്ക് അതിന്റെ കൊണ്ടുവരാനുള്ള ഇതും യാത്രയുടെ ബുദ്ധിമുട്ടും അതിനുവേണ്ടി വരുന്ന കോസ്റ്റ് ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല വലിയ ഇതിനകത്ത്, അല്ലേ? നമ്മൾ വീട്ടിലെ സാധനങ്ങൾ ഒരുമിച്ച് നമ്മൾ മേടിച്ചു വെക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പോണ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതുപോലെ എന്താ, നമുക്ക് ഇപ്പൊ ഓരോ പ്രാവശ്യം പോകുമ്പോ ചിലപ്പോ വണ്ടി വിളിച്ച് ഓട്ടോറിക്ഷ വിളിച്ചാണ് നമ്മൾ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഒരു ഇച്ചിരി മേടിക്കാൻ പോകുമ്പോ നമുക്ക് എപ്പോഴും ആ ട്രാവലിങ്ങിന് വരുന്ന എക്സ്പെൻസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റൂലേ, അല്ലേ? ഒരു വലിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഗ്യാസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്താ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് അത് എളുപ്പമാണ്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം ഓഫ് ഗ്യാസസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി അറ്റ് ഫേവറബിൾ ടേംസ്. അടുത്ത നോക്കിയേ, എക്കണോമി ഓൺ പർച്ചേസ് ഓഫ് സിലിണ്ടർ. വീണ്ടും എടുത്തു വരച്ചിട്ടുണ്ട് സാമ്പത്തികം. സിലിണ്ടർ പർച്ചേസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന സാമ്പത്തികം. നമ്മൾ ഒരുമിച്ച് മേടിക്കുമ്പോ നമുക്കൊരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവൂലേ, അല്ലെ? കുറച്ച് മേടിക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ പൈസ വരാം. ബൾക്കായിട്ട് നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് കുറവ് കിട്ടൂലേ? സാധനങ്ങളൊന്നും മേടിക്കാൻ പോവാറില്ലേ നിങ്ങള്? ഷമീന, ഫസ്ന ഒക്കെ ഇട്ടാൻ പറ്റുന്നുണ്ട് അല്ലെ? എന്തായാലും വലിയ ക്വാണ്ടിറ്റിയിൽ മേടിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് അതായത് പൈസ നമുക്ക് കുറച്ച് കുറവ് മതി. അതാണ് എക്കണോമി ഓഫ് പർച്ചേസ് ഓഫ് സിലിണ്ടർ. പിന്നെ അടുത്ത് നോക്കിയേ, ലെസർ ബ്രേക്കേജ്. നമുക്ക് പൊട്ടിപ്പോകാനുള്ള സാധ്യത കുറയ്ക്കാൻ പറ്റും, കുറവ്, ലെസർ ബ്രേക്കേജ്. അടുത്തത് rationalization in ordering, storing and transporting a wide variety and size of gas cylinders. അതായത് ന്യായമായ രീതിയിൽ നമുക്ക് നടത്താൻ പറ്റുന്നു. ഇത് ഓർഡർ ചെയ്യുന്നത്, ഗ്യാസ് സ്റ്റോർ ചെയ്യുന്നത്, ട്രാൻസ്പോർട്ടിങ്, ഇതൊക്കെ നമ്മള് എന്താ പറയാ, ഒരു ന്യായമായ രീതിയിൽ നടത്താൻ പറ്റും. Rationalization in ordering, storing and transporting a wide variety and size of gas cylinder. ഇനി ലാസ്റ്റ് നോക്കിയേ, less damage to building due to the handling of the cylinders. സിലിണ്ടേഴ്സ് കൈകാര്യം ചെയ്യുന്നത് മൂലം ബിൽഡിങ്ങിന് ഉണ്ടാകുന്ന ഡാമേജ് കുറയ്ക്കാൻ പറ്റും. Less damage to building due to the handling of the cylinders. സിലിണ്ടേഴ്സ് കൈകാര്യം ചെയ്യുന്നത് മൂലം കൈകാര്യം ചെയ്യുമ്പോൾ ബിൽഡിങ്ങിന് ഉണ്ടാകുന്ന ഡാമേജ് കുറയ്ക്കാനും പറ്റും. ഇത് 5 എണ്ണമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ അഡ്വാൻറ്റേജിൽ വരുന്നത്. ഓക്കെ, വലിയ ക്വാണ്ടിറ്റിയില് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം. സാമ്പത്തികം, പർച്ചേസ് ഓഫ് സിലിണ്ടർ, ഗ്യാസ് സിലിണ്ടർ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികം, പൈസ നമുക്ക് കുറച്ച് മതി. ബ്രേക്കേജ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ന്യായമായ രീതിയിൽ ഓർഡറിങ്, സ്റ്റോറിങ്, ട്രാൻസ്പോർട്ടിങ് ഒക്കെ നടത്താൻ പറ്റും. പിന്നെ സിലിണ്ടർ കൈകാര്യം ചെയ്യുന്നത് മൂലം ബിൽഡിങ്ങിന് ഉണ്ടാകുന്ന ഡാമേജ് കുറയ്ക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, കളർ കോഡ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ബേസ്ഡ് ഓൺ ഐസോ സ്റ്റാൻഡേർഡ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഓരോ ഗ്യാസുകളും അതിന്റെ കളർ കോഡും. എന്തായാലും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഇതിന്ന് ഉറപ്പാണ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട്, മാറി ഏതെങ്കിലും ഗ്യാസുകൾ തരും, അതിന്റെ കളർ കോഡും ചോദിക്കും. ഓക്സിജൻ വൈറ്റ്. നിങ്ങള് ഹോസ്പിറ്റലിൽ പോകുമ്പോ കണ്ടിട്ടില്ലേ ഇങ്ങനെ പൈപ്പിൽ കൂടെ
ഇനി ആണെങ്കിൽ നിങ്ങൾ ഫോംബി ഒന്ന് ശ്രദ്ധിക്കാട്ടോ. അപ്പൊ പേഷ്യന്റ് ഒക്കെ അഡ്മിറ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ചെല്ലുമ്പോ അറിയാം അവരുടെ ബെഡിന്റെ ഹെഡിന്റെ സൈഡിൽ തന്നെ ഈ ഗ്യാസ് ഇതുണ്ട്, അതിന്റെ കളർ ഇതും കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ ഓക്സിജനും വാക്വം ഒക്കെ ആയിരിക്കും. അതിന്റെ ആ കളർ കോഡുകൾ ഉണ്ട്. ആ പൈപ്പ് ലൈനിന്റെ കളറും വ്യത്യാസമായിട്ട് തന്നെ കൊടുത്തേക്കണേ. ഓക്സിജൻ ഏതാ? വൈറ്റ്. ഓക്സിജൻ വൈറ്റ്. നൈട്രസ് ഓക്സൈഡ് കളർ കോഡ് ലൈറ്റ് ബ്ലൂ ആണ്. പേജ് നമ്പർ എത്രയാണ്? 35 ചോദിക്കുന്നുണ്ട്. ടീനയ്ക്ക് പറഞ്ഞു കൊടുത്ത് എത്രയാ? 36 ആണ്. 36 ട്ടോ. പിന്നെ നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ ആണ്. മെഡിക്കൽ ഹെയർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ദെൻ സക്ഷൻ ഏതാണ്? യെല്ലോ ആണ്. ദെൻ പിന്നെ അടുത്തത് നൈട്രജൻ കളർ കോഡ് ബ്ലാക്ക് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രേ ആണ്. ആ ബോക്സ് ഇമ്പോർട്ടന്റ് അത് എഴുതി വെച്ചോ. നമ്മൾ ഓരോന്നും പഠിച്ചപ്പോ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, എങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയാണ് ബോക്സ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ആ ബോക്സ് എഴുതിക്കിട്ട് വെച്ചോ കേട്ടോ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്, അത്ര ഇമ്പോർട്ടന്റ് ആണത്. അടുത്ത് നോക്കിയേ, സേഫ് പ്രാക്ടീസസ് വെൻ വർക്കിംഗ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസസ്. കംപ്രസ്ഡ് ഗ്യാസുമായി പ്രവർത്തിക്കുമ്പോഴുള്ള സുരക്ഷിതമായിട്ടുള്ള രീതികൾ എന്തൊക്കെയാണ്? ഇതുമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, കംപ്രസ്ഡ് ഗ്യാസസുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സുരക്ഷിതമായിട്ടുള്ള രീതികൾ. ആദ്യം തന്നെ എന്താണ്, നമ്മൾ എന്ത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്, കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ആദ്യത്തെ പോയിന്റ് നോക്കിയേ, ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്. കണ്ടന്റ് മനസ്സിലാക്കണം, ഐഡന്റിഫൈ ചെയ്യണം, തിരിച്ചറിയണം. അതിന്റെ കണ്ടന്റ് എന്താണ്, ആ ഗ്യാസ് സിലിണ്ടറിൽ അതിന്റെ കണ്ടന്റ് എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതാണ് ആദ്യത്തെ സേഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. കംപ്രസ്ഡ് ഗ്യാസുമായിട്ട് പ്രവർത്തിക്കുമ്പോഴുള്ള സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങള്. ഐഡന്റിഫിക്കേഷൻ ഓഫ് കണ്ടന്റ്. കണ്ടന്റ് മനസ്സിലാക്കണം. Content of the gas cylinder should be distinctly recognized. Distinctly എന്ന് പറഞ്ഞാൽ വ്യക്തമായി തിരിച്ചറിയണം. അതിന്റെ കണ്ടന്റ് എന്താണ്, ആ ഗ്യാസ് സിലിണ്ടറില് അതിനുള്ളിലുള്ള കണ്ടന്റ് എന്താണ് എന്നുള്ളത് വ്യക്തമായി റിക്കഗ്നൈസ് ചെയ്യണം, തിരിച്ചറിയണം. ഡിസ്റ്റിങ്ക്റ്റ്ലി എന്ന് വെച്ചാൽ വ്യക്തമായി. ഇനി ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് നോക്കിയേ, കളർ കോഡിംഗ് ഈസ് നോട്ട് എ ഡിപെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. ഈ കളർ കോഡിംഗ് എന്ന് പറയുന്നത് എന്താ പറയാ, ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു അതിന് എന്താ പറയാ വിശ്വസനീയമായ ഒരു മാർഗമല്ല. കളർ കോഡുകൾ നമ്മൾ പറഞ്ഞു, എന്താ ഗ്യാസിനെ ഐഡന്റിഫൈ ചെയ്യാനാന്ന് പറഞ്ഞു, എങ്കിലും പറഞ്ഞേക്കാണ് കളർ കോഡിംഗ് ഈസ് എ നോട്ട് എ ഡിപെൻഡബിൾ മീൻസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. കളർ കോഡിംഗ് എന്ന് പറയുന്നത് തിരിച്ചറിയാനുള്ള ഒരു വിശ്വസനീയമായ മാർഗമല്ല. അതായത് കളർ കോഡിനെ മാത്രം നമ്മൾ വിശ്വസിക്കുന്ന പറഞ്ഞേക്കുന്നത്. എന്താ, സിലിണ്ടർ കളേഴ്സ് ഡിഫർ ഫ്രം സപ്ലയർ ടു സപ്ലയർ. എന്താ, സപ്ലയറിനനുസരിച്ച്, സപ്ലയർ മാറുന്നതിനനുസരിച്ച് കളർ കോഡ് ഈ സിലിണ്ടറിന്റെ കളേഴ്സിന് വ്യത്യാസം വരാം. സിലിണ്ടർ കളേഴ്സ് ഡിഫർ. സിലിണ്ടറിന്റെ കളർ വ്യത്യാസം വരാം. എങ്ങനെ? ഫ്രം സപ്ലയർ ടു സപ്ലയർ. സപ്ലയർ ടു സപ്ലയർ. സപ്ലയറിനനുസരിച്ച് കളറ്, സിലിണ്ടറിന്റെ കളറിന് വ്യത്യാസം വരാം. അപ്പൊ ആ കളറ് കണ്ടത് കൊണ്ട് മാത്രം നമ്മൾ എന്താ ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു വിശ്വസനീയമായ മാർഗമല്ല എന്ന് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതിൽ നിന്നൊന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇതിൽ നിന്നൊന്നും എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെ ഒന്ന് വായിച്ച് പോയിന്റ്സ് എന്താന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി, do not disfigure or remove any marking, tag or stencil mark used for identification of the content attached by the gas vendor. ഇനി ഗ്യാസ് വെൻഡേഴ്സ് അവര് അറ്റാച്ച് ചെയ്തിട്ടുള്ള, എന്തിനാ ഐഡന്റിഫൈ ചെയ്യാൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മാർക്കുകള് അല്ലെങ്കിൽ ടാഗുകള് അല്ല, ഓർ സ്റ്റെൻസിൽ മാർക്ക്. സ്റ്റെൻസിൽ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അക്ഷരത്തിന്റെ രീതിയിലോ എന്തെങ്കിലും ചിഹ്നങ്ങളുടെ രീതിയിലുള്ള മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മള് എന്താ പറയാ, അത് റിമൂവ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചു കഴിയുമ്പോൾ ആദ്യം തന്നെ അതിനകത്തുള്ളതൊന്നും വലിച്ചുറച്ച് കളയില്ല. നമ്മൾ എന്താണെന്നൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കണം, അല്ലേ?
ചിലപ്പോ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ കൊടുത്തേക്കുന്നത്. ഇപ്പൊ നമ്മളൊരു മെഡിസിൻ മേടിച്ചു, ആ ബോട്ടിലുള്ള സിറപ്പാണ്, ആദ്യം തന്നെ അതിന്റെ പുറത്തുള്ള ഇത് പറിച്ചു കളയാൻ പറ്റുമോ? അതിനകത്ത് ചിലപ്പോ നമുക്ക് എന്താ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവാം. ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് ആ ഗ്യാസ് വെൻഡർ അതിനകത്ത് അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തേക്കുന്ന എന്തെങ്കിലും മാർക്കുകളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടാഗുകളാകാം, അല്ലെങ്കിൽ സ്റ്റെൻസിൽ മാർക്ക്, അക്ഷരാകൃതിയിലോ ചിഹ്നമൊക്കെ പോലെയുള്ള എന്തെങ്കിലും അടയാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം തന്നെ റിമൂവ് ചെയ്യരുത്. അപ്പൊ ചിലപ്പോ നമ്മൾ അത് എന്താണ് കണ്ടന്റ് മനസ്സിലാക്കാനുള്ള കാര്യമായിരിക്കാം കൊടുത്തേക്കണതേ, അതുകൊണ്ട് അത് റിമൂവ് ചെയ്യരുത്. ഇനി നോക്കിയേ, സിലിണ്ടർ വിച്ച് ഡു നോട്ട് ഹാവ് എ ക്ലിയർലി റിട്ടേൺ then stamped or stenciled identification of the content should not be used. ഇനി ഉണ്ടല്ലോ, നമ്മൾ ആ സിലിണ്ടർ നമ്മള് നോക്കി കഴിയുമ്പോ അതിനകത്ത് എഴുതിയേക്കുന്ന കാര്യങ്ങൾ ക്ലിയർ അല്ല, ശരിക്കും നമുക്ക് വായിക്കാൻ പറ്റുന്നില്ലാത്ത ക്ലിയർ അല്ല, സ്റ്റാമ്പ്ഡ് ഓർ സ്റ്റെൻസിൽഡ്, അല്ലെങ്കിൽ അത് എന്താ പറയാ നമ്മൾ അങ്ങനെയുള്ള ചിഹ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അങ്ങനെ ഇല്ലാത്തതാണ്. ഈ കണ്ടന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ വേറെ ചിഹ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് അത് എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല. ആ സിലിണ്ടർ ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് എന്താന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല, അതിനകത്ത് കണ്ടന്റ് ഐഡന്റിഫൈ ചെയ്യാൻ തന്നേക്കുന്ന കാര്യങ്ങൾ ക്ലിയർ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അത് should not be used, അത് ഉപയോഗിക്കരുത്. And the gas vendor should be contacted for removal. എന്ത് ചെയ്യണം? ഗ്യാസ് വെൻഡേഴ്സിനോട് എന്ത് ചെയ്യണം? അത് മാറ്റാനായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യണം. ഇതിപ്പോ മാറ്റി വേറെ തരാനായിട്ട് അത് എന്ത് ചെയ്യണം? അത് അവരെ കോണ്ടാക്ട് ചെയ്യണം. And the gas vendor should be contacted for removal. ആയിട്ട് ഗ്യാസ് വെൻഡേഴ്സിനെ കോണ്ടാക്ട് ചെയ്യണം. ഇനി അടുത്തതാണ്, read the MSDS and label for all the material you work with. MSDS അതൊന്ന് എഴുതി വെച്ചോട്ടെ. അവിടെ എന്താണ്? മെറ്റീരിയൽ safety data sheet. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ് അത് വായിക്കുക. അത് വേറൊന്നുമില്ല, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങൾ വാങ്ങുമ്പോൾ ബുക്ക്ലെറ്റ് പോലെ നമുക്ക് കിട്ടൂലേ, അതിന്റെ കണ്ടന്റ് ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഉള്ള ഇതൊക്കെ മനസ്സിലാക്കുന്ന ബുക്ക് പോലെ, അതുപോലെ ഒരു സംഭവം തന്നെയാണ് MSDS, മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. അത് വായിക്കുക. ആൻഡ് ലേബൽ ഫോർ ഓൾ ദ മെറ്റീരിയൽ യു വർക്ക് വിത്ത്. എല്ലാ ഈ നമ്മൾ വർക്ക് ചെയ്യുന്ന മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ MSDS ഇതൊക്കെ വായിക്കുക. ഇതൊക്കെ എന്താണ്? കണ്ടന്റ് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതിനകത്ത് ഒരുപാട് നിങ്ങൾ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യണ്ട. ഇതിനൊന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. കണ്ടന്റ് ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല കണ്ടന്റ് എന്താണ്, അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഗ്യാസ് സിലിണ്ടറിൽ എഴുതിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ എന്താ പറയാ, അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. എഴുതിയ കാര്യം, content of the gas cylinder should be distinctly recognized. വ്യക്തമായിട്ട് നമ്മൾ അത് മനസ്സിലാക്കണം, റെക്കഗ്നൈസ് ചെയ്യണം. പിന്നെ കളർ കോഡിംഗ് എന്ന് പറഞ്ഞ ഒരു ശരിക്കുള്ള ഐഡന്റിഫിക്കേഷൻ ചെയ്യാനുള്ള വിശ്വസനീയമായ മാർഗമല്ല. സിലിണ്ടർ കളർ വ്യത്യാസപ്പെട്ടിരിക്കും, സപ്ലയർ ടു സപ്ലയർ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും മാർക്കുകളോ ടാഗുകളോ സ്റ്റെൻസിൽ മാർക്കുകളോ ഒക്കെ അത് റിമൂവ് ചെയ്യാൻ പാടില്ല. പിന്നെ അടുത്തത്, ക്ലിയർ ആയിട്ട് അത് എഴുതിയിട്ടില്ല, സ്റ്റാമ്പ് ചെയ്തിട്ടില്ല, സ്റ്റെൻസിൽഡ് ഒന്നുമില്ല, ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ചിഹ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഉടനെ ഗ്യാസ് വെൻഡേഴ്സിനെ കോൺടാക്ട് ചെയ്യണം. എന്തിനാ? അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട്. പിന്നെ അടുത്തത്, നമ്മൾ പ്രവർത്തിക്കുന്ന മെറ്റീരിയലുമായി ബന്ധപ്പെട്ട എല്ലാ ലേബിൾസ് MSDS വായിക്കുക. അവിടെ MSDS എന്നുള്ളത് ഒന്ന് എഴുതി വെച്ചു, മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. ഇനി അടുത്തതാണ് ഓപ്പറേഷണൽ
സേഫ്റ്റി ചെക്സ്. ഇനി പ്രവർത്തിക്കുമ്പോൾ ആ ഒരു സിസ്റ്റവുമായിട്ട് നമ്മുടെ സിലിണ്ടറുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ സേഫ്റ്റി കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? ഓപ്പറേഷണൽ സേഫ്റ്റി ചെക്ക് ആണ്. സിലിണ്ടർ മസ്റ്റ് ബി ഓൾവേസ് ബി സെക്യൂർഡ്. മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ്. സിലിണ്ടർ എപ്പോഴും സുരക്ഷിതമായിട്ടിരിക്കണം. അതാണ് ഒന്നാമത്തെ. സിലിണ്ടർ മസ്റ്റ് ഓൾവേസ് ബി സെക്യൂർഡ്. സിലിണ്ടർ എപ്പോഴും സുരക്ഷിതമായിട്ടിരിക്കണം. നെവർ ഓപ്പൺ ദ സിലിണ്ടർ വാൽവ് ഇഫ് നോട്ട് ദ സിലിണ്ടർ ഈസ് ലിങ്ക്ഡ് ടു ദ റെഗുലേറ്റർ. എന്താ പറഞ്ഞേക്കണേ? Never open the cylinder valve if not the cylinder is linked to the regulator or to equipment. ഒരു എക്യുപ്മെന്റിലേക്കോ റെഗുലേറ്ററിലേക്കോ ലിങ്ക് ചെയ്തിരിക്കുമ്പോൾ, വാൽവ് ലിങ്ക് ചെയ്തിരിക്കുമ്പോൾ സിലിണ്ടർ വാൽവ് എന്ത് ചെയ്യാം? സിലിണ്ടർ വാൽവ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. Never open the cylinder valve not the cylinder is linked to the regulator or to the equipment. ചെയ്തിട്ടില്ലെങ്കിൽ. അതുപോലെ നോക്കിയേ, leaks should never be tested with a naked flame. ഒരിക്കലും നമ്മൾ ലീക്കോ കാര്യങ്ങളോ നേക്കഡ് ഫ്ലെയിമില് ചെക്ക് ചെയ്യാൻ പാടില്ല. ലീക്കുകൾ ചെക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇത് ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്നാണ് കേട്ടോ. ഇഫ് നോട്ട് ദ സിലിണ്ടർ ഈസ് ലിങ്ക്ഡ്, ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ സിലിണ്ടർ വാൽവ് ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നാണ് കേട്ടോ. നെവർ ഓപ്പൺ ദ സിലിണ്ടർ വാൽവ്. സിലിണ്ടർ വാൽവ് ഓപ്പൺ ചെയ്യാൻ പാടില്ല എപ്പോഴ്? ഇഫ് നോട്ട് ദ സിലിണ്ടർ ഈസ് ലിങ്ക്ഡ് ടു എ റെഗുലേറ്റർ ഓർ എക്യുപ്മെന്റ്. ഒരു റെഗുലേറ്ററുമായിട്ടോ അല്ലെങ്കിൽ എക്യുപ്മെന്റുമായിട്ടോ സിലിണ്ടർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ സിലിണ്ടർ വാൽവ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. നെവർ ഓപ്പൺ ദ സിലിണ്ടർ വാൽവ്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് അതൊന്ന് അണ്ടർലൈൻ ചെയ്തും കൂടി വെച്ചോ കേട്ടോ. സിലിണ്ടർ റെഗുലേറ്റർ ഓർ ടു ദ എക്യുപ്മെന്റ് എന്നുള്ളത്. എക്യുപ്മെന്റുമായിട്ടോ റെഗുലേറ്ററുമായിട്ടോ സിലിണ്ടർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ, നോട്ട് ദ സിലിണ്ടർ ഈസ് ലിങ്ക്ഡ്, ലിങ്ക് ചെയ്തിട്ടില്ല, ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ സിലിണ്ടർ വാൽവ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. പിന്നെ എന്താണ്? ലീക്കുകൾ നമ്മൾ ഒരിക്കലും നേക്കഡ് ഫ്ലെയിമിൽ ചെക്ക് ചെയ്യാൻ പാടില്ല. നെവർ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. നെവർ ബി ടെസ്റ്റഡ്. ഒരിക്കലും ടെസ്റ്റ് ചെയ്യരുത് വിത്ത് എ നേക്കഡ് ഫ്ലെയിം. ഇനി ഒരു കാര്യം നോക്കി അവിടെ, ഓപ്പൺ ആൻഡ് ക്ലോസ് വാൽവ്സ് യൂസിങ് ഓൺലി റീസണബിൾ ഫോഴ്സ്. ഇനി നമ്മൾ ഓപ്പൺ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു റീസണബിൾ ഫോഴ്സിൽ മാത്രമേ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പാടുള്ളൂ. ഈ വാൽവേ ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും ഒരു റീസണബിൾ ഫോഴ്സിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. Okay, opening by turning the hand wheel or cylinder valve key anti-clockwise. Underline ചെയ്തോ? ഓപ്പൺ ചെയ്യുന്നത് എപ്പോഴാ? ബൈ ടേണിംഗ് ദ ഹാൻഡ് വീൽ ഓർ സിലിണ്ടർ വാൽവ് കീ ആന്റി ക്ലോക്ക് വൈസ്. വീട്ടില് ഗ്യാസ് ഓൺ ആക്കാറില്ലേ? എങ്ങനെയാ ഗ്യാസ് ഓൺ ആക്കുന്നേ? ആന്റി ക്ലോക്ക് വൈസിലല്ലേ നമ്മൾ ഓൺ ആക്കുന്നത് അല്ലേ? ക്ലോക്ക് പോകുന്ന ഇങ്ങനെയല്ലേ ക്ലോക്ക് വേണ്ടത്? ആന്റി ക്ലോക്ക് വൈസ് പറഞ്ഞ തിരിച്ച് ഇങ്ങനെയല്ലേ നിങ്ങൾ ഓൺ ആക്കുന്നത് ഗ്യാസ്? ആന്റി ക്ലോക്ക് വൈസിലല്ലേ ഓൺ ആക്കുന്നത് ഗ്യാസ് സ്റ്റവ് എത്തിക്കാൻ? യെസ്, അത് ഓർത്ത് വെച്ചാൽ മതി. എങ്ങനെ വേണം? Open by turning the hand wheel or cylinder valve key anti-clockwise. Opposite like close ചെയ്യുമ്പോഴോ? Close by turning the hand wheel or cylinder valve key clockwise direction. അത് രണ്ടും നോട്ട് ചെയ്യാം കേട്ടോ. ഓപ്പൺ ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസിലും, നീ ക്ലോസ് ചെയ്യുന്നത് നമ്മൾ ഗ്യാസ് ക്ലോസ് ചെയ്യില്ലേ? ഭക്ഷണമൊക്കെ റെഡിയാക്കി വെന്ത് കഴിയുമ്പോ വലത്തോട്ടല്ലേ നമ്മൾ തിരിക്കണത്? ക്ലോക്ക് വൈസിലല്ലേ കൂട്ടാനായിട്ട്? അത് ഓർത്ത് വെച്ചാൽ മതി, അപ്പൊ പിന്നെ മാറിപ്പോവില്ല. ഓക്കെ, അത് രണ്ടും അണ്ടർലൈൻ ചെയ്യാം. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ദ സ്റ്റോറേജ് ഏരിയ ഷുഡ് ബി സേഫ്. സ്റ്റോറേജ് ഏരിയ എങ്ങനെയായിരിക്കണം? സേഫ് ആയിരിക്കണം. വെൽ വെന്റിലേറ്റഡ്, നല്ല വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ക്ലീൻ അറ്റ് എനി ടൈം, എല്ലാ സമയത്തും ക്ലീൻ ആയിരിക്കണം. ഈ ഗ്യാസ് സിലിണ്ടർ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഏരിയ സേഫ് ആയിരിക്കണം, വെൽ വെന്റിലേറ്റഡ് ആൻഡ് ക്ലീൻ അറ്റ് എനി ടൈം. ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. The ground surface should be fairly level and firm that allow for easy trolley access. Ground surface, എന്താ പറയാ? The ground surface should be fairly level. നിരപ്പിലായിരിക്കണം. സാമാന്യം നിരപ്പും firm എന്ന് പറഞ്ഞാൽ FIR ദൃഢവുമായിരിക്കണം. Preferably concrete ആണ് പ്രിഫർ ചെയ്യുന്നത്.
താരതമ്യേന കോൺക്രീറ്റ് ആയിരിക്കും അഭികാമ്യം. That allow for easy trolley access. ഇതിനു വേണ്ടിയാ ട്രോളി അസസ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ട്രോളി അസസ് ചെയ്യുന്നതിന് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രൗണ്ട് സർഫസ് നിരപ്പും നല്ല ദൃഢവുമായിരിക്കണം. ഇത് സ്റ്റോർ ചെയ്യുന്ന സിലിണ്ടേഴ്സ് സ്റ്റോർ ചെയ്യുന്ന ഏരിയ സേഫ് ആയിരിക്കണം, വെൽ വെന്റിലേറ്റഡ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം എല്ലാ സമയത്തും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് വായിച്ചു വെക്കാം. ഇതൊക്കെ വെറുതെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്തു കേട്ടോ. ഓക്കെ, വെറുതെ ഒന്ന് വായിച്ചു വെച്ചാലേ. ബൈ.